ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 1 പ്രിയവ്രത മഹാരാജാവിൻ്റെ ചരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം, പ്രിയവ്രത രാജാവിനെ വളരെ അതിശ്രേഷ്ഠമായ രീതിയിൽ ഭൂമി അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് തോന്നുകയാണ് സൂര്യദേവൻ്റെ പ്രകാശം ഭൂമിയിൽ സദാസമയവും കിട്ടണം. ഇവിടെ ഇരുട്ട് എന്നൊന്ന്, രാത്രി എന്നൊന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ കയറി, സൂര്യനോളം തേജസ്സുള്ള ഒരു രഥത്തിൽ കയറിയിട്ട് സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ സൂര്യനെ പിന്തുടർന്നുകൊണ്ട് പ്രദക്ഷിണം ചെയ്തു. അപ്പോൾ സൂര്യൻ ഇരുട്ടാക്കുന്നിടത്ത് ആ രഥത്തിൻ്റെ പ്രകാശത്താൽ പ്രകാശം നൽകിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ 7 തവണ പ്രദക്ഷിണം ചെയ്തു എന്നാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കി ശ്ലോകം 31 യേവാ ഊഹ തത് രഥചരണ നേമീകൃത പരികാദാഹ തേ സപ്ത സിന്ധവ ആസൻ യഥ ഏവ കൃതാഹ സപ്ത ഭൂവഹ ദീപഹ. നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും മനസ്സ് എന്ന ഇന്ദ്രിയം ചലിക്കുന്നതും ശരീരം ചലിക്കുന്നതും ആ ശക്തി ഉള്ളത് കൊണ്ടാണ് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഈശ്വര നിശ്ചയം, ഈശ്വരൻ എന്ന ശക്തി, ആ പ്രകൃതി ശക്തിയാണ് അത് തീരുമാനിക്കുന്നത്. ഇന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ഇന്നത് പ്രവർത്തിക്കണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ നിശ്ചയം ഭൂമിയെ നിരവധി, അതായത് 7 ഭൂഖണ്ഡങ്ങളായിട്ട് താമസയോഗ്യമാക്കുന്ന രീതിയിൽ തരംതിരിക്കുക, വിഭജിക്കുക എന്നതാണ്. ഭൂമിയുടെ ഭൂപ്രദേശത്തെ 7 ഭൂഖണ്ഡങ്ങളായി തിരിച്ച് അത് മനുഷ്യന് വാസയോഗ്യമാക്കി മാറ്റണമെന്ന് ഈശ്വരൻ ആഗ്രഹിച്ചപ്പോൾ അത് പ്രിയവ്രതനിലൂടെ നടപ്പാക്കപ്പെടുകയായിരുന്നു. പ്രിയവ്രതൻ എന്ന ആ ഒരു വ്യക്തിയിൽ ഒരു ജീവാത്മാവ് ഒരു ശരീരത്തെ എടുത്തിട്ട് ഈശ്വര നിശ്ചയത്തെ ആ ശരീരത്തിലൂടെ അവിടെ നടപ്പാക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയത്. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ എപ്പോഴും തട്ടണം, രാത്രി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ രാത്രി ആവുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൂര്യനോളം തേജസ്സുള്ള രഥത്തിൽ കയറി സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ സൂര്യനെ പിന്തുടർന്നുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അതായത് ആ രഥചക്രം, ഊഹ എന്ന് വെച്ചാൽ തീർച്ചയായും എന്നർത്ഥം. ആ രഥചക്രം തത് രഥചരണ നേമീകൃത, അതായത് ആ രഥചക്രം ഓടിച്ച് രഥത്തിൻ്റെ ചക്രം പോയ സ്ഥലങ്ങളിൽ പരിഘാത കിടങ്ങുകൾ ഉണ്ടായിട്ട് അത് പിന്നീട് സപ്ത സിന്ധവ ആസൻ 7 സമുദ്രങ്ങളായി മാറി. ഈ രഥചക്രം പോയ ഭാഗങ്ങളിൽ കിടങ്ങുകൾ ഉണ്ടായിരുന്നു. ആ കിടങ്ങുകളിലായിട്ട് പിന്നീട് 7 സമുദ്രങ്ങളാണ് ഉണ്ടായത്. യഥയേവ, അതിനാൽ അതിൻ്റെ പിന്നാലെ കൃത ഉണ്ടായി, സപ്തഭൂവഹ ദീപഹ 7 ദ്വീപുകളും ഉണ്ടായി. 7 സമുദ്രങ്ങൾ, ഈ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ട് 7 ദ്വീപുകളും അവിടെ ഉണ്ടായി. അപ്പോൾ ഒരു ദ്വീപിൻ്റെ ചുറ്റോറും ഒരു സമുദ്രമായിരിക്കും അതിർത്തിയായിട്ട് ഉണ്ടാവുക. അങ്ങനെ 7 സമുദ്രങ്ങളും 7 ദ്വീപുകളും ഭൂമിയിൽ ഉണ്ടായത് ഇതുമൂലമാണ് എന്നാണ് പറയുന്നത്. ഇനി ആ 7 ദ്വീപുകളുടെ പേരാണ് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജംബു, പ്ലക്ഷ, ശാൽമലി, കുശ, ക്രൗഞ്ച, ശാഖ, പുഷ്കര, സംജ്ഞ. ഇവയാണ് 7 ദ്വീപുകളായിട്ട് അറിയപ്പെടുന്നത്. ജംബു, പക്ഷ, ശാൽമലി, കുശ, ക്രൗഞ്ച, ശാഖ, പുഷ്കര എന്നിങ്ങനെ ഇവയാണ് 7 ദ്വീപുകളായി അറിയപ്പെടുന്നത്. ഇനി തേഷാം, അവയുടെ പരിമാണം, അളവ്, ഓരോ ദ്വീപിൻ്റെയും വ്യാപ്തി എന്ന് പറയുന്നത് പൂർവസമാത് എന്ന് വെച്ചാൽ മുൻപ് ഉണ്ടായതിൻ്റെ പിന്നാലെ
ഉത്തര യഥാസാംഖ്യം പിന്നീട് ഉണ്ടായി വന്ന ദ്വീപുകൾക്ക് യഥാസാംഖ്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ പിന്തുടർന്നുണ്ടായത് അതിൻ്റെ ഉണ്ടാകുന്നതിൻ്റെ ഉത്ഭവിച്ചതിൻ്റെ യഥാക്രമം അതിൻ്റെ അളവിൽ ദ്വിഗുണമാനേന ഇരട്ടിയായി വർദ്ധിച്ചു വന്നു എന്ന് അതിൻ്റെ അളവ്. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായതിൻ്റെ ഇരട്ടി അളവാണ് രണ്ടാമത്തെ ദ്വീപ്, അതിൻ്റെ ഇരട്ടി അളവാണ് മൂന്നാമത്തെ ദ്വീപ്, അതിൻ്റെ ഇരട്ടി അളവാണ് നാലാമത്തെ. അപ്പോൾ ആദ്യം ഉണ്ടായ ദ്വീപിനേക്കാളും പിന്നീട് വന്ന ദ്വീപുകൾക്ക് ഇരട്ടിയാണ് അതിൻ്റെ അളവ് വ്യാപ്തി ഉണ്ടായിരുന്നത്. ബഹിസമന്തത ഉപക്ലപ്ത, ഓരോ ദ്വീപും അതിൻ്റെ പുറത്തായിട്ട് സമന്തത എന്ന് വെച്ചാൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരുന്നു എന്ന്. അപ്പോൾ പ്രിയവൃതൻ ഓടിച്ചു പോയ രഥചക്രം താഴുന്നത് കിടങ്ങുകളായി, പിന്നീട് അത് സമുദ്രങ്ങളായി, ഈ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വീപുകളും ഉണ്ടായി. ഓരോ ദ്വീപിൻ്റെയും വലുപ്പം ആദ്യം ഉണ്ടായതിനേക്കാൾ കൂടുതലായി ഇരട്ടിക്കായിട്ട് വർദ്ധിച്ചു വന്നു 7 ദ്വീപുകൾക്കും. ഈ 7 ദ്വീപുകളും സമുദ്രങ്ങളാലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ സമുദ്രത്തിലെ ജലത്തിന് ഓരോ സഭാഗങ്ങളിലും, അതായത് ആദ്യത്തെ ജംബു ദ്വീപിൻ്റെ ചുറ്റുമുള്ള സമുദ്രത്തിലെ ജലത്തിന് ഒരു രുചിയാണ്. അപ്പോൾ ആ ജംബു ദ്വീപിലെ ജലത്തിനും ആ രുചിയായിരിക്കും. ഇനി പ്ലക്ഷം എന്ന ദ്വീപിലെ ജലത്തിന് വേറൊരു രുചിയാണ്, ശാൽമലി അതിന് വേറൊരു രുചിയാണ്. അപ്പോൾ ഓരോ ജലത്തിനും ഓരോ രുചിയാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 33 ക്ഷാര ഉദ ഇക്ഷു രസ ഉദ സുര ഉദ ഘൃത ഉദ ക്ഷീര ഉദ ദതിമണ്ഡോ ഉദ ശുദ്ധ ഉദ സപ്തജലദയ സപ്തദ്വീപ പരിഖ. അപ്പം ഇവിടെ നോക്കാം. ക്ഷാര ഉദ എന്ന് വെച്ചാൽ ഉപ്പ് രസം നിറഞ്ഞ ജലം, ഉദം എന്ന് വെച്ചാൽ ജലം. അപ്പം അതവിടെ എല്ലാവരും ചേർക്കാം. ക്ഷാര ഉദ ഉപ്പ് ജലമാണ് ആദ്യത്തെ ദ്വീപിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന സമുദ്രത്തിന്. പിന്നീട് രണ്ടാമത് ഇക്ഷുരസ ഉദ, ഇക്ഷുരസം എന്ന് വെച്ചാൽ കരിമ്പിൻ നീര്, അതിൻ്റെ ആ രസം കലർന്ന ജലം, കരിമ്പിൻ നീരിൻ്റെ ജലമായിരുന്നു രണ്ടാമത്തെ ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രത്തിൽ. അടുത്തത് സുര ഉദ എന്ന് വെച്ചാൽ മധ്യജലമായിരുന്നു മൂന്നാമത്തെ ദ്വീപിന് ചുറ്റുമുള്ള ജലം, മധ്യജലം സുര ഉദ. പിന്നെ ഘൃത ഉദ നെയ്യിൻ്റെ രസം രുചിയുള്ള ജലമായിരുന്നു പിന്നീട് വന്ന ജലത്തിൻ്റെ രുചി. പിന്നെ ക്ഷീര ഉദ പാലിൻ്റെ രുചിയായിരുന്നു മറ്റൊരു ജലത്തിന്. ഇനി ദതിമണ്ഡ ഉദ അതായത് തൈരിൻ്റെ രുചിയായിരുന്നു എന്ന് അടുത്ത ജലത്തിന്. ദതിമണ്ഡ ഉദ തൈരിൻ്റെ രുചിയുള്ള ജലമായിരുന്നു അടുത്ത ജലത്തിന്. ഇനി ശുദ്ധജലം, മറ്റൊരു ഭാഗത്ത് ആ സമുദ്രത്തിന് ശുദ്ധജലവുമായിരുന്നു. അപ്പോൾ ഓരോ ദ്വീപിന് ചുറ്റുമുള്ള ജലത്തിൽ ഓരോ രുചിയായിരുന്നു. ഒരു സൈഡ് ഉപ്പ് ജലം, മറ്റൊരു ജലം ഇക്ഷു അതായത് കരിമ്പിൻ നീരിൻ്റെ ജലം, പിന്നീട് മധ്യജലം, വേറൊരു ജലം നെയ്യ് ജലം, പാൽ ജലം, പിന്നെ തൈര് ജലം, പിന്നെ ശുദ്ധജലം. ഇങ്ങനെ ഓരോ 7 ദ്വീപുകൾക്ക് ചുറ്റുമുള്ള സമുദ്രത്തിലെ ജലത്തിന് 7 രുചികളും ഉണ്ടായി. അപ്പോൾ ഈ രുചികളൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായല്ലോ. ഇനി സപ്തജലാദയ ഇങ്ങനെയുള്ള 7 സമുദ്രങ്ങൾ സപ്തദ്വീപ പരിഖ, ഈ 7 ദ്വീപുകൾക്ക് ചുറ്റും പരിഖ എന്ന് വെച്ചാൽ കിടങ്ങുകൾ പോലെ അതിരായിട്ട് നിന്നു എന്ന്. ഈ 7 സമുദ്രങ്ങൾ, ഈ 7 രുചിയോടുകൂടിയ 7 സമുദ്രങ്ങളും 7 ദ്വീപുകൾക്ക് ചുറ്റും കിടങ്ങുകളായി അതിൻ്റെ അതിർത്തിയായിട്ട് നിന്നു. ഇവ എന്ന പോലെ ആഭ്യന്തര ദ്വീപ സമാന എന്ന് വെച്ചാൽ ആ ശ്ലോകം മുഴുവൻ ചൊല്ലാലേ. ഇവ ആഭ്യന്തര ദ്വീപ സമാന ഏക സ്വേന യഥാനുപൂർവം സപ്തസു അഭി ബഹിഹി ദ്വീപേഷു പൃഥക് പരിത ഉപകൽപ്പിത തേഷു ജംബു ആദിഷു ബർഹിഷ്മദീഹി പതി അനുവൃതാൻ ആത്മജാൻ ആഗ്നേന്ദ്ര ഇത്മജിഹ്വ യജ്ഞബാഹു ഹിരണ്യരേത ഘൃതപൃഷ്ട മേധാദിതി വിധിഹോത്ര സംജ്ഞാൻ യഥാസംഖ്യേ ഏക അസ്മിൻ ഏകം ഏവ അധിപതിം വിദതേ. അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഓരോ ജലത്തിനും ഓരോ രുചിയാണ്. ഇങ്ങനെ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട 7 ദ്വീപുകൾ ഇവ എന്നുവെച്ചാൽ എന്ന പോലെ ആഭ്യന്തര ദ്വീപ സമാന, ഈ ദ്വീപുകൾക്ക് തുല്യമായ വലിപ്പം തന്നെയായിരുന്നു സമുദ്രത്തിനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഏക സ്വേന ഓരോന്നായിട്ട് യഥാനുപൂർവം യഥാക്രമം സപ്തസു അഭി 7 ദ്വീപുകളുടെയും ബഹിഹി പുറത്ത് ദ്വീപേഷു പ്രത്യേകം
അതിൻ്റെ പുറത്തായിട്ട് ഓരോ ദ്വീപിൻ്റെയും പുറത്തായിട്ട് പ്രത്യേകം അതിൻ്റെ അതിരുകളായിട്ട് 7 സമുദ്രങ്ങളും ഉണ്ടായി. പരിതഹ, അങ്ങനെ ചുറ്റപ്പെട്ട് ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ 7 ദ്വീപുകൾക്കും 7 രുചി, 7 സമുദ്രത്തിനും 7 രുചി. ഈ 7 സമുദ്രങ്ങൾക്കും ദ്വീപുകളുടെ അതേ വലുപ്പം തന്നെ. അപ്പം ദ്വീപുകൾക്ക് പുതിയത് ഉണ്ടാകുന്നതിനനുസരിച്ച് വലുപ്പം കൂടിയിരുന്നു. അതനുസരിച്ച് ആ ദ്വീപുകൾക്ക് അതേ വലുപ്പം തന്നെ, തുല്യമായ വലുപ്പം തന്നെ സമുദ്രത്തിനും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ദ്വീപിന് ചുറ്റും യഥാക്രമം 7 സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ട് ഈ സമുദ്രങ്ങൾ അതിൻ്റെ അതിർത്തികളായി തന്നെ അങ്ങനെ പ്രത്യേകം സ്ഥിതി ചെയ്തു. ഉപകൽപ്പിത എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്തു. ഇനി തേഷു ജംബു ആദിഷു, ഇപ്രകാരം ജംബു ആദിഷു, ജംബു ദ്വീപ് മുതലായ ഈ ദ്വീപുകളെ ചുറ്റപ്പെട്ടിട്ട് ഇങ്ങനെ സമുദ്രങ്ങൾ നിന്നു. ഇനി ബർഹിഷ്മതിയുടെ പതിയായിട്ടുള്ള പ്രിയവ്രതൻ എന്ന മഹാരാജാവ് അനുവൃതാൻ ആത്മജാൻ, തൻ്റെ പാതയെ അതേപോലെ പിന്തുടരുന്ന ബാക്കി 7 മക്കളും, ആദ്യത്തെ 3 മക്കൾ അതിൽ മുക്തി നേടിപ്പോയി, ബാക്കി 10 പുത്രന്മാരിൽ 7 മക്കളിൽ ആ തൻ്റെ പാത അതേപോലെ പിന്തുടരുന്ന ആത്മജാൻ, ആ പുത്രന്മാരെ, അവരുടെ പേരാണ് ആഗ്നീന്ദ്രൻ, ഇത്മജിഹ്വാൻ, യജ്ഞബാഹു, ഹിരണ്യരേത, ഘൃതപൃഷ്ട, മേധാതിഥി, വിധിഹോത്രം. ഇവർക്കെല്ലാം സംജ്ഞാൻ, ഇങ്ങനെ 7 പേരുകളിൽ ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്ന ഈ 7 മക്കൾക്കായി യഥാസാഖ്യേന, യഥാക്രമം, ഏക അസ്മിൻ, ഓരോരുത്തർക്കായിട്ട് ഏകം ഏവ അധിപതിയും വിധതേ, ഓരോ ആ ദ്വീപിൻ്റെയും ഭരണാധികാരിയായി നിയമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? ക്ഷാര ഉദ, ഇക്ഷുരസ ഉദ, സുര ഉദ, ഘൃത ഉദ, ക്ഷീര ഉദ, ദതിമണ്ഡ ഉദ, ശുദ്ധ ഉദ, സപ്തജലദയാ സപ്തദ്വീപ പരിഗായിവ ആഭ്യന്തര ദ്വീപ സമാന ഏകസ്വേന യഥാനുപൂർവം സപ്തസു അഭി ബഹിഃ ദ്വീപേഷു പൃഥക് പരിത ഉപകൽപ്പിത. തേഷു ജംബു ആദിഷു ബർഹിഷ്മതിഃ പതി അനുവൃതാൻ ആത്മജാൻ ആഗ്നേന്ദ്രൻ, ഇത്മജിഹ്വൻ, യജ്ഞബാഹു, ഹിരണ്യരേത, ഘൃതപൃഷ്ട, മേധാതിഥി, വിധിഹോത്ര സംജ്ഞാൻ യഥാസാഖ്യേന ഏക അസ്മിൻ ഏകം ഏവ അധിപതിയും വിധതേ. ഓരോ പുത്രന്മാർക്കായിട്ട് ഈ 7 ദ്വീപുകളുടെ രാജാവാക്കി നിയമിച്ച് അതിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. ഇനി അദ്ദേഹത്തിനൊരു പുത്രി ഉണ്ടായിരുന്നു. അവൾ എന്താണ് ചെയ്തതെന്നാണ് ശ്ലോകം 34 പറയുന്നത്. ദുഹിതരം ച ഊർജസ്വതി നാമ ഉശനസേ പ്രായച്ചത് യസ്യാം ആസീത് ദേവയാനി നാമ കാവ്യസുധ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രിയവ്രതൻ്റെ ദുഹിതരം പുത്രിയായ ഊർജസ്വതിയെ ഉശനസ് എന്ന് പേരുള്ള അദ്ദേഹം ആരായിരുന്നു? അസുര ചക്രവർത്തിയായ ശുക്രാചാര്യർ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഉശനസ് എന്ന് പേരുള്ള ശുക്രാചാര്യർ പ്രായച്ചത് വിവാഹം ചെയ്തു കൊടുത്തു മകളെ. യസ്യ അവളിൽ ദേവയാനി എന്ന പേരിൽ ഒരു മകൾ ദേവയാനി എന്ന പേരുള്ള ഒരു മകൾ കാവ്യസുധ ശുക്രാചാര്യരുടെ പുത്രിയായിട്ട് ആസീത് ജനിച്ചു. അപ്പോൾ പ്രിയവ്രതന് ഒരേ ഒരു മകളാണ് ഊർജസ്വതി. അവളെ ശുക്രാചാര്യർക്ക്, അതായത് ഉശനസ് എന്ന ശുക്രാചാര്യർ ആയിരുന്ന അസുരന്മാരുടെ ഗുരുവിനെ വിവാഹം ചെയ്തു കൊടുത്തു. ആ ശുക്രാചാര്യർക്ക് അവളിൽ ഒരു ദേവയാനി എന്നു പേരുള്ള ഒരു മകള് ജനിച്ചു. അപ്പോൾ പ്രിയവ്രത മഹാരാജാവിൻ്റെ മകളുടെ കാര്യം 10 പുത്രന്മാരിൽ 3 പേര് മുക്തി നേടി, ബാക്കി 7 പേര് 7 ഭൂമണ്ഡലത്തിനെ ഭരിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. ഇനി ശ്ലോകം 35. ന ഏവ വിദഃ പുരുഷാകാര ഉരുക്രമസ്യ പുംസാം തദംഘ്രി രചസാ ജിതഷഡ്ഗുണാനാം ചിത്രം വിദുരവിഗതാ സകൃത് ആദീത യത് നാമധേയ അധുനാ സഹജഹാദിബന്ധം. ഏവവിധം പുരുഷാകാരം, ഈ വിധം എല്ലാവിധ പ്രഭാവവും മഹത്വവും ഉണ്ടായതിൽ പുരുഷാകാരഃ ഉരുക്രമസ്യ പുംസാം, ഉരുക്രമസ്യ എന്ന് വെച്ചാൽ ഭഗവാന്റെ, പുംസാം എന്ന് വെച്ചാൽ ഭക്തന്മാർക്ക്, അതായത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഏവവിധ പുരുഷാകാരം ഈ വിധത്തിലുള്ള പൗരുഷം, മഹത്വം, പ്രഭാവം, അത് തദംഘ്രി രജസ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ പൊടികളാൽ ജിത ഷഡ്ഗുണാനാം
ഷഡ്ഗുണാനാം മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളെയും ജയിച്ച്. മനസ്സിലായ? അപ്പോൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ ആ പൊടികൾ രേണുക്കളാൽ അതിൽ പൂർണ്ണ ശരണാഗതി അടയുമ്പോൾ അതിലൂടെ 6 ഇന്ദ്രിയങ്ങളെയും ജയിച്ചിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ വിധത്തിലുള്ള മഹത്വവും പ്രഭാവവും ഉണ്ടായതിൽ ചിത്രം, പ്രത്യേകിച്ച് അത്ഭുതമൊന്നും പറയാനില്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രിയവ്രതന്റെ ചരിതം പറഞ്ഞിട്ട്. വിദുരവിഗതഃ എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ പറയുന്ന വേർതിരിവുണ്ടല്ലോ, അതായത് തൊട്ടുകൂടാത്ത ആളുകൾ എന്ന് വെച്ചാൽ ഏറ്റവും ചണ്ടാളന്മാരായി കണക്കാക്കുന്ന ആളുകളുണ്ടല്ലോ. നമുക്കാണ് ആ എന്താ പറയുക, വിഭജനം. ഈശ്വരൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ മനുഷ്യർ പറയുന്ന വിഭജനത്തിൽ നമ്മൾ തൊട്ടുകൂടായ്മ കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന ചണ്ടാളന്മാരായിട്ടുള്ള ആളുകൾ, അവർ പോലും സകൃത് ആദിത ഒരിക്കലെങ്കിലും ഉച്ചരിക്കുകയാണ് യത് നാമധേയം, ആ ഭഗവാന്റെ നാമം എങ്കിൽ അധുന വളരെ പെട്ടെന്ന് സഹ അവൻ ജഹാദിബന്ധം സംസാരബന്ധത്തെ തീർച്ചയായും മുറിച്ചു കളയും എന്ന്. അപ്പോൾ ഈശ്വരനാമം ഉച്ചരിക്കാൻ പോലും അറിയാത്ത ചണ്ടാളനായി ജീവിക്കുന്ന ഏറ്റവും തൊട്ടുകൂടായ്മയിൽപ്പെടുന്ന ആളുകൾ പോലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭഗവാന്റെ നാമത്തെ ഭക്തിയോടുകൂടി ഉച്ചരിക്കുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും അവൻ സംസാരബന്ധത്തിൽ നിന്നും വേർപ്പെട്ടിരിക്കും. അപ്പോൾ പിന്നെ ഈശ്വരപാദങ്ങളിൽ, ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് ജീവിക്കുന്ന പ്രിയവ്രതനെ പോലെയുള്ളവർക്ക്, അങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവർക്ക്, മനസ്സിനെ നിയന്ത്രിക്കാനും അടക്കാനും കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള എല്ലാ മഹത്വവും വൈഭവവും ഉണ്ടായതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രിയവ്രതൻ രാജാവെന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലും ഇനി വാനപ്രസ്ഥം സ്വീകരിക്കേണ്ട സമയത്ത് മക്കളെ അതാത് ഭരണം ഏൽപ്പിക്കുക, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു രാജാവായി ജീവിക്കാനുള്ള മഹത്വം അദ്ദേഹത്തിന് വന്നത് ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള ആ ഭക്തിയോടുകൂടി ജീവിച്ചതിനാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി ജീവിക്കാൻ സാധിച്ചു. അപ്പോൾ ചെറിയൊരു ചണ്ടാളന്, ഒരു ഭക്തി എന്തെന്നൊന്നും അറിയാത്തൊരു ചണ്ടാളൻ ഒരു നിമിഷമെങ്കിലും ഒരിക്കലെങ്കിലും ഈശ്വരനാമം ഉച്ചരിച്ചാൽ അവന് ആ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി കിട്ടുമെങ്കിൽ തീർച്ചയായും പ്രിയവ്രതന് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചതിൽ, ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 36. സഹ ഏവം അപരിമിത ബല പരാക്രമ ഏകധാതു ദേവർഷി ചരണ അനുശയന അനുപതിത ഗുണവിസർഗ സംസർഗേണ അനിർവൃതം ഇവ ആത്മാനാം മന്യമാന ആത്മനിർവേദ ഇതം ആഹ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ യൗവനവും കൗമാരവും, ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് അദ്ദേഹം വാനപ്രസ്ഥത്തിലേക്ക് എത്താറായി. അപ്പോൾ സഹ ആ പ്രിയവ്രതൻ ഏവം ഇപ്രകാരം അപരിമിതം അതുല്യമായിട്ടുള്ള പരാക്രമം, വലിയ പരാക്രമത്തോടു കൂടിയ ആ പ്രിയവ്രതൻ ഏകത ഒരിക്കൽ ദേവർഷി ചരണ അനുശയന, ദേവർഷി മഹാമുനി നാരദ മഹർഷിയുടെ പാതാരവിന്ദങ്ങളെ അനുശയന ശരണം പ്രാപിച്ചു. ഗുരുവായി കണ്ട് നാരദ മഹർഷിയെ ശരണം പ്രാപിച്ചു. അനുപതിത ഗുണ, അങ്ങനെ അദ്ദേഹം അനുപതിത ഗുണവിസർഗ സംസർഗേണ എന്ന് വെച്ചാൽ ഗുണവിസർഗം, പ്രകൃതിദത്തമായിട്ട് അദ്ദേഹത്തിന് സത്വരജ തമോ ഗുണങ്ങളാൽ വന്നു ചേർന്ന എല്ലാവിധ കർമ്മങ്ങളും അതൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി. പക്ഷേ നിർവൃതം ഇവ ആത്മാനം, അദ്ദേഹത്തിനൊരു നിർവൃതി എന്ന് വെച്ചാൽ ആത്മസംതൃപ്തിയെ അദ്ദേഹത്തിന്, അതാണ് ആ നിർവൃതം, ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടായില്ല എന്ന്. സ്വയം ഇവ ആത്മാനം, സ്വയം അദ്ദേഹത്തിനൊരു സംതൃപ്തി, എല്ലാ കർമ്മങ്ങളും ചെയ്തു. പ്രകൃതിദത്തമായ അദ്ദേഹത്തിന് രാജാവാവാനായിട്ടൊരു നിയോഗം ഉണ്ടായിരുന്നു, അത് ചെയ്തു. ഭൂമിയുടെ ഭരണം ഭംഗിയായി നിർവഹിച്ചു, മക്കൾക്ക് ഏൽപ്പിച്ചു, കുടുംബജീവിതം നന്നായി നയിച്ചു, എല്ലാം ചെയ്തു, എല്ലാ സുഖങ്ങളും അദ്ദേഹം അനുഭവിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു പൂർണ്ണ ആത്മനിർവൃതി അപ്പോഴും ഉണ്ടായില്ല. അങ്ങനെ മന്യമാന, എന്തുകൊണ്ട് അത് ഉണ്ടായില്ല എന്ന് ചിന്തിച്ച് ആത്മനിർവേദ ഇതം ആഹ, ആത്മനിർവേദം, അതായത് എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു സംതൃപ്തി വരാത്തത് എന്ന് ചിന്തിച്ച് എല്ലാത്തിൽ നിന്നും, ഈ കൊട്ടാര സുഖങ്ങളും ഈ ഭൂമിയിൽ കാണുന്ന സൗകര്യങ്ങളും സുഖങ്ങളും ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ സ്വയം വിരക്തനാവാൻ തീരുമാനിച്ചിട്ട് ഇതം ആഹ ഇപ്രകാരം പറഞ്ഞു. സ്വയം അദ്ദേഹം തന്നെത്താൻ തന്നെ അദ്ദേഹത്തോട് തന്നെ ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പോൾ എല്ലാ രീതിയിലും സ്വകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി
അദ്ദേഹം പിന്നീട് നാരദ മഹർഷിയുടെ ശിഷ്യനായി. നാരദ മഹർഷിയുടെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് ശരണം പ്രാപിച്ചു, ജ്ഞാനം നേടി, അതനുസരിച്ച് ജീവിച്ചു. അങ്ങനെ പ്രകൃതിദത്തമായി വന്നു ചേർന്ന എല്ലാ കർമ്മങ്ങളും അദ്ദേഹം പൂർത്തിയാക്കിയെങ്കിലും എല്ലാം അനുഭവിച്ചെങ്കിലും മനസ്സിലൊരു പൂർണ്ണ തൃപ്തി അപ്പോഴും വന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണ വിരക്തനായി. ഇതുകൊണ്ടൊന്നും എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ ആ പൂർണ്ണത എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണ വിരക്തനായിട്ട് സ്വയം അവനവനോട് തന്നെ ഇപ്രകാരം പറഞ്ഞു എന്ന്. അദ്ദേഹം പറഞ്ഞത് ശ്ലോകം 37 അഹോ അസാധു അനുഷ്ഠിതം യത് അഭിനിവേശിതഃ അഹം ഇന്ദ്രിയൈ അവിദ്യരചിത വിഷമ വിഷയ അന്ധകൂപേ തത് അലം അമൂഷ്യ വനിതായ വിനോദമൃഗം മാം ദിഗ് ഇതി ഗർഹയാം ചകാര. എന്താ പറഞ്ഞെന്നോ? അഹോ കഷ്ടം തന്നെയാണ് എൻ്റെ കാര്യം. അസാധു അനുഷ്ഠിതം, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതുവരെ നല്ലതൊന്നും ചെയ്തില്ലല്ലോ എന്ന്. ആരാ ഈ പറഞ്ഞെന്ന് ഓർക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ഭംഗിയായി ചെയ്ത് എല്ലാ സുഖങ്ങളോടും ജീവിച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ടും ചെയ്യേണ്ടതായിട്ടുള്ളത് ഒന്നും ചെയ്തില്ലല്ലോ, കഷ്ടം തന്നെ. യത് അഭിനിവേശിത, യത് എന്തുകൊണ്ടെന്നാൽ അഭിനിവേശിത എന്ന് വെച്ചാൽ വീണ് കിടക്കുകയായിരുന്നു. അഹം ഈ ഞാൻ, എൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി അവിദ്യരചിത മായയാൽ നിർമ്മിതമായ വിഷയം, അതായത് വിഷമം ദുഃഖം നിറഞ്ഞ ഭൗതിക വിഷയമാകുന്ന അന്ധകൂപേ ആ പൊട്ടക്കിണറ്റിൽ ഞാൻ അഭിനിവേശിത ഇത്രയും കാലം വീണ് കിടക്കുകയായിരുന്നു. അതായത് ഞാൻ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ, കഷ്ടം തന്നെ. എന്തുകൊണ്ടെന്നാൽ അത് ചെയ്യാൻ പറ്റാതിരുന്നത് എൻ്റെ ഇന്ദ്രിയ സുഖങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ ഭൗതിക വിഷയങ്ങളാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം. അതുകൊണ്ട് അതിൽ അലം മതി, ഇനി അതെനിക്ക് വേണ്ട. അമുഷ്യ ഇതിൻ്റെ വനിത എന്ന് പറഞ്ഞാൽ മായയാകുന്ന സ്ത്രീയുടെ കയ്യിലെ വിനോദമൃഗം കളിമൃഗമായിരുന്നു ഈ മാം ഞാൻ. അത് ദിക്ക് ഇതി ഗർഹയാം ചകാര, ദിക്ക് അതുമൂലം എന്തൊക്കെ മാലിന്യങ്ങൾ എന്നിൽ വന്നു ചേർന്നു എന്ന് ഗർഹയാം ചകാര അദ്ദേഹം സ്വയം വിമർശിച്ചു എന്ന്, അദ്ദേഹത്തിനെ തന്നെ സ്വയം വിമർശിച്ചു. അപ്പോൾ പറയാണ് ആ ഒരു ആത്മഗതം, ഒരു എല്ലാം പൂർത്തീകരിച്ചിട്ടും ഒരു ആത്മനിർവൃതി വരാതെ കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനോട് തന്നെ ഇങ്ങനെ പറയാണ്, കഷ്ടം തന്നെയാ, ചെയ്യേണ്ടതിനെ ഒന്നും ഞാൻ ഇത്രയും കാലം ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ മായയിൽപ്പെട്ട് എനിക്ക് നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് രുചിക്കണം, നല്ലത് സ്പർശിക്കണം, നല്ലത് മണക്കണം, എൻ്റെ മനസ്സിന് നല്ലതെന്ന് തോന്നുന്നതൊക്കെ കിട്ടണം. അതാണ് ഇന്ദ്രിയ സുഖം. ആ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഈ ഭൗതിക ലോകത്തെ വിഷയങ്ങളാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം. അതുകൊണ്ട് എനിക്ക് വേണ്ടതൊന്നും ചെയ്യാൻ പറ്റിയില്ല, മതി, ഇനി ഇതൊക്കെ ഞാൻ നിർത്തുകയാണ്. ഇനി ഈ മായയുടെ കയ്യിലെ കളിപ്പാട്ടമായിട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് എന്താണ് നേടാൻ കഴിയുന്നത്? എനിക്ക് ഇത്രയും കാലം അങ്ങനെ ജീവിച്ചിട്ടും ഒരു സംതൃപ്തി വന്നില്ലല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ സ്വയം, ഞാൻ ഇത്രയും കാലം മായയുടെ കയ്യിലെ കളിപ്പാട്ടമായിരുന്നല്ലോ എന്ന് അദ്ദേഹം സ്വയം വിമർശിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ശ്ലോകം 38 പരദേവതാ പ്രസാദ അധിഗത പ്രത്യവമർശേന അനുപ്രവൃത്തേഭ്യ പുത്രേഭ്യ ഇമം യഥാദായം വിഭജ്യ ഭുക്തഭോഗാം ച മഹിഷീം മൃദക ഇവ സഹ മഹാവിഭൂതി അപഹായ സ്വയം നിഹിത നിർവേദ ഹൃദി ഗൃഹീതം ഹരിവിഹാര അനുഭാവഃ ഭഗവതോ നാരദസ്യ പദവീം പുനഃ ഏവ അനുസസാര. ഒന്നുകൂടി ചൊല്ലാം അല്ലേ? പരദേവതാ പ്രസാദ അധിഗത പ്രത്യവമർശേന അനുപ്രവൃത്തേഭ്യ പുത്രേഭ്യ ഇമാം യഥാദായം വിഭജ്യ ഭുക്തഭോഗാം ച മഹിഷീം മൃദക ഇവ സഹ മഹാവിഭൂതി അപഹായ സ്വയം നിഹിത നിർവേദോ ഹൃദി ഗൃഹീത ഹരിവിഹാര അനുഭാവഃ ഭഗവതോ നാരദസ്യ പദവീം പുനഃ ഏവ അനുസസാര. പരദേവതാ പ്രസാദം,
തൻ്റെ ഇഷ്ടദേവൻ്റെ അനുഗ്രഹത്താൽ അധികത നേടിയെടുത്ത ആത്മപ്രത്യവമർശേന ആത്മജ്ഞാനത്താൽ അനുപ്രവൃത്തിഭ്യ തൻ്റെ പാത പിന്തുടരുന്ന പുത്രേഭ്യ പുത്രന്മാർക്കായി ഇമാം ഈ ഭൂമിയെ യഥാദായം യഥാവിധി വിഭജിച്ചു കൊടുത്ത്. അപ്പോൾ തൻ്റെ ദേവനായ ഭഗവാന്റെ അനുഗ്രഹത്താൽ അങ്ങനെ പ്രിയവ്രത മഹാരാജാവ് ആത്മജ്ഞാനം നേടി അതിനുശേഷം തൻ്റെ പാത, അതാണ് അനുപ്രവൃത്തിയേഭ, തൻ്റെ അതേ പാത പിന്തുടരുന്ന 7 പുത്രന്മാർക്കായി ഭൂമിയെ യഥാവിധി വിഭജിച്ചു കൊടുത്തിട്ട് ഭുക്തഭോഗാംച മഹിഷിയും തൻ്റെ കൂടെ ജീവിച്ച തൻ്റെ ഭാര്യയെയും അതോടൊപ്പം സഹ മഹാവിഭൂതി ഇത്രയും കാലം അവിടെ അനുഭവിച്ച ഭൂമിയുടെ ചക്രവർത്തിയായിരുന്നു. അപ്പോൾ എത്ര വലിയ രാജകീയ സുഖമാവും അനുഭവിച്ചിട്ടുണ്ടാവുക. ആ സുഖങ്ങളെയൊക്കെ മൃതശരീരം പോലെ കണ്ടിട്ട് അപഹായ അതിനെയൊക്കെ ഉപേക്ഷിച്ചു. ഇത്രയും കാലം കൂടെ ജീവിച്ച ബർഹിഷ്മതി എന്ന പത്നിയെയും കൊട്ടാരവും എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു മൃതമാണ്, ഇതൊക്കെ മൃതശരീരം പോലെ നശിച്ചു പോകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സ്വയം തീരുമാനിച്ച് നിഹിത നിർവേദ പൂർണ്ണമായും ഭൗതികമായ വിഷയങ്ങളിൽ നിന്നും വിരക്തനായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഗൃഹീത ഹരിവിഹാര അനുഭാവ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഹരിവിഹാര നിരന്തരം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ ഹൃദയത്തിൽ ഭഗവതഃ നാരദസ്യ ഭഗവാൻ ആ നാരദ മഹർഷിയുടെ പദവി എന്ന് വെച്ചാൽ പാതയെ വീണ്ടും അനുസസാര അദ്ദേഹം പിന്തുടർന്നു എന്ന്. അപ്പൊ കൊട്ടാരം, ഭാര്യ, എല്ലാ സുഖ സൗകര്യങ്ങളെയും ഉപേക്ഷിച്ചു, ഭരണം മക്കളെ ഏൽപ്പിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ കർമ്മങ്ങളും ഭംഗിയാക്കാൻ സാധിച്ചു. അങ്ങനെ സ്വയം ആ ഒരു ആത്മസംതൃപ്തി വരാത്തത് കൊണ്ട് സ്വയം തീരുമാനിച്ച് എല്ലാത്തിൽ നിന്നും വിരക്തനായി ഭഗവാന്റെ ലീലകളെ സദാ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നടന്ന് ഭഗവാൻ നാരദ മഹർഷിയുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെയാണ് അതായത് ആ ഒരു പാതയെ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് നടക്കുന്ന ആളാണ് നാരദ മഹർഷി. അപ്പോൾ ഒന്നിനോടും മമതയില്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ആ പാതയെ പിന്തുടർന്നാണ് പിന്നീട് ജീവിച്ചത് എന്നർത്ഥം. അപ്പം അങ്ങനെ ജീവിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചത് മനസ്സിൽ സദാ ഭഗവാന്റെ ലീലകളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഭഗവാൻ ചെയ്തതും ഭഗവാൻ ജീവിച്ചതുമായ ആ ജീവിത ചരിതത്തെ, ഭൂമിയിൽ ഭഗവാൻ ജനിച്ച് ജീവിച്ച ആ ചരിതത്തെ, ആ കഥകളെ, ആ ലീലകളെ, ഭഗവാൻ ചെയ്തു വെച്ചതിനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ സദാ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരേ ഒരു മാർഗം ബാലൻസ്ഡ് ആയിട്ട് ഓരോ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും അതിനെ തരണം ചെയ്ത് കിടക്കാനുള്ള ഒരു മനസ്ഥിതി ഗുരുവായൂരപ്പൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ ആ കഥ മനസ്സിലോർത്താൽ, ചരിതം മനസ്സിലോർത്താൽ തന്നെ നമുക്ക് മനസ്സിനെ സമനിലയിൽ പിടിച്ചു നിർത്താൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം നാരദ മഹർഷിയുടെ പാത പിന്തുടർന്നു പോയി. ശ്ലോകം 39. പ്രിയവൃതകൃതം കർമ്മ കഹ നോ കുര്യാത് വിനാ ഈശ്വരം യഹ നേമി നിമ്നൈഹി അകരോത് ഛായം ഘ്നൻ സപ്തവാരിധീൻ. ഇവിടെ പ്രിയവൃത കർമ്മ പ്രിയവൃതൻ ചെയ്ത ഈ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ പ്രിയവൃതൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച് പ്രിയവൃതനെ കൊണ്ട് ഈ കർമ്മം ചെയ്യിപ്പിച്ചത് ആ ഭഗവാനാണ്. കഹാനു കുര്യാത് വിനാ ഈശ്വര ഈശ്വരനല്ലാതെ കഹാനു കുര്യാത് മറ്റാർക്കാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക? പ്രിയവൃതൻ ചെയ്തതെന്ന് നമ്മൾ പറയുന്ന ഈ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ പ്രിയവൃതനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഭഗവാനല്ലാതെ മറ്റാരാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക? യഹ ആരാണോ നേമി നിമ്നെ തൻ്റെ തേർചക്രം കൊണ്ട് താഴ്ന്ന് അഖരോത് ഉണ്ടാക്കിയത്, ഛായാം ഇരുട്ടിനെ, ഘ്നൻ എന്ന് വെച്ചാൽ ഇല്ലാതാക്കിയിട്ട്, സപ്തവാരിധീൻ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ തേരിലേറി പുറപ്പെട്ട് ആ ചക്രം താഴ്ന്ന് കിടങ്ങുകളായി സപ്തവാരിധീൻ 7 സമുദ്രങ്ങളെ ഉണ്ടാക്കിയത്, അങ്ങനെ 7 ദ്വീപുകളെ ഉണ്ടാക്കിയത്, മക്കൾക്ക് ആ 7 ദ്വീപുകളുടെ ഭരണം വിഭജിച്ചു കൊടുത്തത്, ഇതെല്ലാം പ്രിയവ്രതനാണ് ചെയ്തത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പ്രിയവ്രതനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ഭഗവാനല്ലാതെ മറ്റാരാണ് ഇതൊക്കെ ചെയ്തത്? ശ്ലോകം 40. ഭൂസംസ്ഥാനം കൃതം യേന സരിദ്ഗിരി വനാദിഭിഃ സീമാ ച ഭൂതനിർവൃത്यै ദ്വീപേ ദ്വീപേ വിഭാഗശഃ.
ഭൂസംസ്ഥാനം, ഭൂമിയുടെ ഓരോ പ്രദേശങ്ങളും 7 ഭൂമണ്ഡലങ്ങളും വാസസ്ഥലങ്ങളാക്കി മാറ്റി. കൃതം എന്ന് വെച്ചാൽ അങ്ങനെയാക്കി. യേന ആ പ്രിയവ്രതൻ. സരിത് നദികൾ, ഗിരി മലകൾ, വനാദിഭിഹി വനങ്ങൾ മുതലായവ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ സീമാച്ച അതിർത്തികൾ ഉണ്ടാക്കി. ഭൂതനിർവൃത്തിയെ അതായത് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സൗകര്യത്തിനായിട്ട് ദ്വീപേ ഓരോ ദ്വീപുകളിലായിട്ട് വിഭാഗശ വെവ്വേറെ അതിർത്തികളും ഉണ്ടാക്കി. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും ഓരോ ദ്വീപുകളിലും ജീവിക്കുന്നവർ തമ്മിൽ വഴക്കുകളൊന്നും ഉണ്ടാവരുത്. അതിനായിട്ട് ഓരോ ദ്വീപുകൾക്കും വെവ്വേറെ അതിർത്തികൾ ഉണ്ടാക്കി. അതാണ് സീമ. അതിർത്തികൾ ഉണ്ടാക്കി. ഓരോ ആ ദ്വീപുകളിലും ജീവിക്കുന്നവർക്കും ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി നദികൾ ഉണ്ടാക്കി, മലകൾ സൃഷ്ടിച്ചു. അപ്പം നദികളിലെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അവിടെ ജീവിക്കാം. മലകൾ ഉണ്ടാക്കി, പിന്നെ വനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഈ 7 ദ്വീപുകളിലായിട്ട് ഭൂമിയിൽ വാസയോഗ്യമാക്കി തീർത്തു എല്ലാം എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 41. ഭൗമം ദിവ്യം മാനുഷം ച മഹിത്വം കർമ്മയോഗജം യഹ ചക്രേ നിരയ ഔപമയം പുരുഷ അനുജനപ്രിയ. ഭൗമം എന്ന് വെച്ചാൽ ഭൂമിക്ക് താഴെ വരുന്ന അധോലോകം. ദിവ്യം എന്ന് വെച്ചാൽ ഊർധ്വലോകം. മാനുഷം എന്ന് വെച്ചാൽ ഭൂമിയിലും. മഹിത്വം കർമ്മയോഗജം എന്തൊക്കെ കർമ്മഫലത്താൽ വന്നു ചേരുന്ന സകലമായ അനുഭവങ്ങളും. കണ്ട് യഹ ചക്രേ നിരയ ഔപമയം. ചക്രേ നിരയ നരകത്തോടുകൂടി ഔപമയം സാദൃശ്യപ്പെടുത്തിയിട്ട്, അതായത് ഭൂമിയിലും ഭൂമിയുടെ താഴെയുള്ള അധോലോകങ്ങളിലും ഭൂമിക്ക് മുകളിലുള്ള ഊർധ്വലോകങ്ങളിലും വെച്ച് നമ്മളൊക്കെ എല്ലാവരും ഈ ലോകങ്ങളിൽ നിൽക്കുന്നത് കർമ്മപ്രാരാബ്ദങ്ങൾ അനുഭവിക്കാനാണല്ലേ. ഈ കർമ്മപ്രാരാബ്ദം അതിൽ പുണ്യവും പാപവും പെടും. ഈ കർമ്മപ്രാരാബ്ദങ്ങളൊക്കെ അനുഭവിക്കുന്നതിനെയൊക്കെ നിരയ ഔപമയം എന്ന് വെച്ചാൽ നരകത്തിനോട് സദൃശ്യമായി ചക്രയെ കണ്ടുകൊണ്ട് പുരുഷ അനുജനപ്രിയ. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തന്മാരെ പ്രിയപ്പെട്ടവരായി കാണുന്ന പ്രിയവ്രതൻ അങ്ങനെ തുടർന്നുള്ള കാലം ആ ഒരു സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് മുക്തിയെ പ്രാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്നതും ഭൂമിക്ക് താഴെയുള്ള പരലോകങ്ങളിലും ഊർധ്വലോകങ്ങളിലും പോയാൽ അനുഭവിക്കുന്നതെല്ലാം പ്രാരാബ്ദങ്ങളാണ്. ഈ പ്രാരാബ്ദങ്ങൾ യഥാർത്ഥത്തിൽ നരകത്തിന് സദൃശ്യമായി കണ്ടുകൊണ്ട്, അതായത് ഇതൊന്നും യഥാർത്ഥമല്ല എന്ന് കണ്ടുകൊണ്ട്, ഇത് നരകത്തിന് സദൃശ്യമായി കണ്ട് അങ്ങനെ ആ പ്രിയവ്രതൻ ഭഗവാന് പ്രിയപ്പെട്ട ഭക്തരെ പ്രിയപ്പെട്ടവരായി കാണുന്ന പ്രിയവ്രതൻ തുടർന്നുള്ള കാലം നാരദ മഹർഷി ജീവിച്ച മാർഗത്തിലൂടെ അങ്ങനെ ജീവിച്ച് മുക്തിയെ പ്രാപിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ അധ്യായം 2 ആഗ്നീന്ദ്ര മഹാരാജാവിൻ്റെ കർമ്മങ്ങൾ, അതായത് പ്രിയവ്രതൻ്റെ മൂത്ത പുത്രൻ ആഗ്നീന്ദ്ര മഹാരാജാവിൻ്റെ കർമ്മങ്ങളാണ് ഇനി പറയുന്നത്.